അപ്പോൾ വെയിൽസ് ബോർഡിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, നമുക്ക് അതിലേക്ക് വരാം. സാർ ഒരുപാട് രാജ്യങ്ങളിൽ സാർ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ആസ് എ മറൈൻ എഞ്ചിനീയറിംഗ് ആ ഒരു ഘട്ടത്തിലേക്ക് പോയ സമയത്ത്. അത് എത്ര വർഷമാണ് സാർ ആ ജോലിയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് സാർ പോയിട്ടുണ്ട്? ആ രാജ്യങ്ങളിൽ പോയപ്പോൾ ഒരു അനുഭവം എന്തെങ്കിലും, ഈ ഒരു ഇൻസ്പിറേഷനിൽ എത്താനുള്ള അനുഭവം എന്തെങ്കിലും സാറിനുണ്ടായിട്ടുണ്ടോ? അനുഭവമല്ല, എൻ്റെ ഒബ്സർവേഷൻസ് കുറച്ചുണ്ട്. ഞാനൊരു ആസ് പാർട്ട് ഓഫ് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് UK ഒരു 1 year ഉണ്ടായിരുന്നു. ഓക്കെ. അവിടെ ഈ റീറ്റെയിൽ മേഖല, ഈ ചെറുകിട കടക്കാരെല്ലാം അപ്രത്യക്ഷമായി. അവിടെ ഈവൻ ചെറിയ നമ്മുടെ നാട്ടുപ്രദേശം പോലത്തെ സ്ഥലത്ത് വരെ വലിയ വലിയ റീറ്റെയിൽ ചെയിൻസിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്സ് ആണ്, എല്ലാം അവിടെ കിട്ടും. അപ്പോൾ ഭാവിയിൽ ഇന്ത്യയും അതുപോലെ ആയിക്കൂടാന്നില്ല, എടുത്തു കഴിഞ്ഞു. ഈവൻ US പോയാൽ തന്നെ അവർ ഇപ്പം നമ്മുടെ ടൗണിൽ കാണുന്ന വലിയ റീറ്റെയിൽ മാൾസൊക്കെ ഇല്ലേ, അതുപോലെയുള്ള മാൾസാണ് അവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലെല്ലാം, ഗ്രാമങ്ങളിൽ പോലും അതാണുള്ളത്. ഇത്രയും വലിയ ജയൻസ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെറുകിട കച്ചവടക്കാർ ഭാവിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് ചെയ്യും? അതൊരു ക്വസ്റ്റ്യൻ അല്ല. പിന്നെ ഈവൻ US സെയിം തന്നെയാണ്. സാറിന് അറിയാലോ, ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ, ബെനിഫിറ്റ്സ് അവർക്കും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് സ്റ്റാർട്ടപ്സ് വരുന്നതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? സ്റ്റാർട്ടപ്സിന്റെ മെയിൻ ഉദ്ദേശം, മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അതിനെ സോൾവ് ചെയ്യണം, അല്ലേ? അതായിരിക്കും സ്റ്റാർട്ടപ്പ്. അല്ലാതെ ജസ്റ്റ് മണി മേക്കിംഗ് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമായിരിക്കും സ്റ്റാർട്ടപ്പ്. കാരണം ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതായിരിക്കണം സ്റ്റാർട്ടപ്പിൻ്റെ മോട്ടീവ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്സ് എല്ലാം ഈ ട്യൂഷൻ ആപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പേരൻസ് അവിടെ ഡബിൾ പേ ചെയ്യുമല്ലേ? സ്കൂളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണല്ലോ പിള്ളേർ ട്യൂഷന് പോകുന്നത്, ട്യൂഷൻ ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നതും ആ പേ ചെയ്യുന്നതും. അത് ഡബിൾ പേ അല്ലേ? അതെ. അപ്പോൾ സാറിനോട് ഞാൻ ചോദിക്കട്ടെ, സാറ് ട്യൂഷന് പോയിരുന്നോ ചെറുപ്പകാലഘട്ടങ്ങളിൽ? ഞാൻ പോയിരുന്നു. ഞാൻ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോയാണ് പഠിച്ചത്. ഇരിങ്ങാലക്കുടയിലുള്ള ഒരുവിധം എല്ലാ ട്യൂഷൻ സെൻ്ററിലും ഞാൻ പോയിട്ടുണ്ട്. ഒന്നുകിൽ ട്യൂഷൻ ടീച്ചർ ഇഷ്ടപ്പെടില്ല, പിന്നെ അവർ പഠിപ്പിക്കുന്ന രീതി ഇഷ്ടപ്പെടില്ല. അത് ആ ഒരു ട്രെൻഡായിരുന്നല്ലോ, എന്തായാലും സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞ് 4 മണിക്ക് ശേഷം ട്യൂഷന് പോകണം. ഞാൻ ആ ട്രെൻഡിന് പിന്നാലെ പോയി. അപ്പോൾ ഇങ്ങനെ ട്യൂഷൻ ഇഷ്ടപ്പെടില്ല. കാരണം ട്യൂഷൻ സെൻറ്റേഴ്സിൽ നിന്നും ഹോംവർക്ക് തരും, അതും എനിക്ക് ആസ് എ സ്റ്റുഡൻറ് എനിക്കത് ഡബിൾ ലോഡാണ്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലെ ഹോംവർക്കും ചെയ്യണം. അങ്ങനെ ട്യൂഷൻ ക്ലാസ്സസ് മാറിക്കൊണ്ടിരുന്നു. സർ, നമ്മുടെ വെയിൽസ് ബോർഡിൽ ഏതൊക്കെ റീജിയൻ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ഷോപ്പ് ഓണേഴ്സും കസ്റ്റമേഴ്സിനും ജോയിൻ ചെയ്യാനും ഈ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും? ഇതൊരു കൺസ്യൂമർ ടെക് ആപ്പാണ്. അപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്കിപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ കസ്റ്റമേഴ്സും ഉണ്ട്, പിന്നെ ഷോപ്സും ഉണ്ട്. ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, രജിസ്റ്റർ ചെയ്യാം. റീറ്റെയിൽ ഷോപ്സ് എവിടെയൊക്കെയുണ്ടോ, കസ്റ്റമേഴ്സ് എവിടെയൊക്കെയുണ്ടോ അവർക്കെല്ലാം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വെയിൽസ് ബോർഡ്. സാർ, ഒരുപാട് രാജ്യങ്ങൾ, 82 രാജ്യങ്ങളോളം സാർ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ചൂസ് ചെയ്തത്? കേരളം ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എന്തിനേയും ആദ്യം ക്രിട്ടിസൈസ് ചെയ്യും മലയാളി. തീർച്ചയായിട്ടും ക്രിട്ടിസൈസ് ചെയ്ത് അത് നല്ലതാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമാണ് അവരത് അംഗീകരിക്കുള്ളൂ. That's why കേരളം. It's a nice answer. നമ്മുടെ നാട്ടിൽ എല്ലാവരും എവിടെ ലാഭം കിട്ടുമോ അവിടെ ചെല്ലുള്ളൂ, അല്ലേ? 10 പൈസ എവിടെ ലാഭം കിട്ടുമോ അവിടെ ചെല്ലുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉപദേശം തേടി, സാർ ഏത് ട്യൂഷൻ ക്ലാസ്സാണ് ഇരിങ്ങാലക്കുട നല്ലതുള്ളതെന്ന്. അത് ചോദിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് കട്ട് ആൻഡ് റൈറ്റ് ആൻസറാണ് തന്നത്. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും സ്ട്രക്കായി നിൽക്കുമ്പോൾ ഞാൻ നേരെ ചെല്ലുന്നത് പള്ളിയച്ചന്മാരുടെ അടുത്തേക്കാണ്. അവർ കറക്റ്റ് ക്ലിയർ കട്ട് സൊല്യൂഷൻ പറഞ്ഞു തരും. മോർ ദാൻ പ്രിഫറിങ്
ജോഷുമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കബഡി നിരത്തി കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കേണ്ടി വരും. അച്ഛന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടി വരില്ല. ഈ ഫ്രീ ആയിട്ട് ഉപദേശം കിട്ടും, സൊല്യൂഷനും കിട്ടും. ഈ സെയിം ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ. നമുക്ക് ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ ഇന്നോട്ട് നിങ്ങളുടെ യൂട്ടിലിറ്റി ബിൽസ്, മൊബൈൽ റീചാർജസ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വൺസ് അവരത് ചെയ്തു കഴിഞ്ഞാൽ വെയിൽ സ്പോർട്ട് എവിടെ ചെന്ന് നിൽക്കും? തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തി നിൽക്കും. പാൻ ഇന്ത്യ എത്തി നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആപ്പിനെ ആശ്രയിക്കും. ആ ഒരു ആപ്പാണ് വെയിൽ സ്പോർട്ട്. യെസ്. സോ വെയിൽ സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ച് ഒരുപാട് നമുക്ക് അതിൽ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇതല്ലാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് വെയിൽ സ്പോർട്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ലോക്കൽ ഷോപ്പിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബിൽ പേയ്മെന്റ്സ് പേ ചെയ്തിട്ട് ബില്ല് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് റിവാർഡ്സ് കിട്ടുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട്. നിങ്ങൾ ഷോപ്പ് ചെയ്തതിൻ്റെ ബില്ല് അപ്ലോഡ് ചെയ്യൂ, അവർ മന്ത്ലി 2 കോടി രൂപയുടെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ടാക്സ് എവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഷോപ്പ് ഓണേഴ്സ് വിത്തൗട്ട് ബില്ല് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബിൽ പേയ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യണം. ബില്ല് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് റിവാർഡ്സ് കിട്ടുന്നത്. നമ്മൾ രാജ്യത്തിൻ്റെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിൽ പേയ്മെൻറ്റ്സ് കൂടെ. പിന്നെ ലോക്കൽ എക്കണോമി നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോക്കൽ ഷോപ്പ് ഓണേഴ്സിൻ്റെ ബിസിനസ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതും ഒരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് വെയിൽ സ്പോർട്ടിനെ കൊണ്ട് നമുക്ക് സൊസൈറ്റിക്ക് ലഭിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇനി വെയിൽ സ്പോർട്ടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ആസ് എ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്ന ബിൽസിൽ നിന്ന് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഓക്കെ ഒരു സെർട്ടൺ ഏരിയയിൽ എന്തൊക്കെയാണ് ചിലവാകുന്നത് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ ഒരു ഷോപ്പ് എടുത്തിട്ട് അവിടെ ഷെൽഫിൽ ആവശ്യമില്ലാത്ത പോവാത്ത നോൺ മൂവിങ് അല്ല സ്ലോ മൂവിങ് ഐറ്റംസ് ഇൻവെൻട്രി കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല. അപ്പോൾ ഇത് ഭാവിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു അനാലിസിസ് വിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫീസിബിൾ ആവുമെന്ന് അറിയില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഒരു പ്ലാനിലുള്ളതാണ്. നെക്സ്റ്റ് ഒരു വെഞ്ചർ ആയിട്ട് നമുക്ക് വെയിൽ സ്പോർട്ടിന് വരാൻ പോകുന്നത് അതായിരിക്കും. അതായത് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ നമ്മൾ അതാണ് പ്ലാൻ ചെയ്യുന്നത്. വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. റെസ്റ്റോറൻറ്റ്സ് പോലുള്ള ഷോപ്സ് എല്ലാം ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വേ ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് വീഡിയോയ്ക്ക് 15,000 തൊട്ട് 1 lakh വരെ വാങ്ങിക്കുന്നവരുണ്ട്. ഓക്കെ, അത് ഒരു എഫക്റ്റീവ് അഡ്വർടൈസിങ് വേ ആണ്. കാരണം അത്രയും റഷ് അവർക്ക് അതിനുശേഷം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പക്ഷെ സെയിം ഒരു സ്ട്രാറ്റജി ഒരിക്കലും ഒരു റീറ്റെയിൽ ഷോപ്പിന് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്.